ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് അളവിൽ മൈദയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗോതമ്പ് പൊടിയും മൈദയും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. രണ്ടും സെയിം അളവിൽ തന്നെ എടുത്തിട്ടുള്ളത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൈദ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് റവയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒന്നാകെ ആദ്യം ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കരുത്. വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പൂരിയുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ. കുറച്ച് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഞാൻ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലുപ്പത്തിൽ വേണം ബോൾസ് ആക്കി എടുക്കാനായിട്ട്. ഇനി ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇങ്ങനെ ആക്കിയതിന് ശേഷം അങ്ങനെ ആയാലും നമുക്കിത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ, അതുപോലെ തന്നെ നമ്മൾ പ്രസ്സിലൊക്കെ പരത്തിയെടുക്കുന്ന ടൈം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ പ്രസ്സിൽ ഒട്ടിപ്പിടിക്കാൻ നല്ല വൃത്തിക്ക് തന്നെ റൗണ്ടായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കാൻ നമുക്ക് കിട്ടും ചെയ്യട്ടെ. ഇത്രയും കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കാതെ കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. എങ്കിൽ മാത്രം നല്ല പെട്ടെന്ന് പൊള്ളച്ച് വരികയുള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു പൂരി നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു തവി വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാത്രമല്ല കുറേശ്ശായിട്ട് ഈ ഒരു ഓയിൽ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തൂവി കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊള്ളച്ച് വരുന്നതാണ്. പിന്നെ നമ്മളിത് വെളിച്ചെണ്ണയിലല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ, ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൂരി ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുക. പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാകാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്